എന്താണ് ഈ കാർബൺ ഡയോക്സൈഡ് നാർക്കോസിസ് അല്ലെങ്കിൽ CO2 നാർക്കോസിസ് എന്ന് പറഞ്ഞാൽ? ഈ COPD ഉള്ള പേഷ്യൻറ്റിൽ നമ്മൾ ഒരിക്കലും അധികമായി ഓക്സിജൻ കൊടുക്കാൻ പാടില്ല. അവരുടെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഓക്സിജൻ ലെവൽ എന്ന് പറഞ്ഞാൽ 88, 89, 90 തൊട്ടൊരു 92% വരെ. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈയിടെ ആണെങ്കിലും എൻ്റെ അണ്ടർ അഡ്മിറ്റായ ഒരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിന് COPD പേഷ്യൻ്റാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഇൻഫെക്ഷനായിട്ടാണ് അഡ്മിറ്റായത്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇൻഫെക്ഷനുള്ള മരുന്നൊക്കെ കൊടുത്ത് ബെറ്ററായി ക്ലിയറായി വന്നു. പക്ഷേ ഓക്സിജൻ്റെ അളവ് എപ്പോഴും ഒരു 91-92%. അപ്പോഴാണ് ഡിസ്ചാർജ് ആകുന്ന ആൾ നല്ല ബെറ്ററായി, ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞു. COPD ഉള്ളവർക്ക് എപ്പോഴും ഒരു ചെറിയ രീതിയിൽ ശ്വാസതടസ്സം കാണും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇൻഹേലർ കൊടുക്കുന്നത്, ഫിസിയോതെറാപ്പി അതായത് പൾമണറി റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത്, അതായത് ചെസ്റ്റിൻ്റെ എക്സസൈസൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു കപ്പാസിറ്റി കൂട്ടാനും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഡിസ്ചാർജിൻ്റെ ദിവസം മോൻ വരുവാണ്. ആദ്യമായിട്ടാണ് ആ മോൻ വരുന്നത് ആ അഡ്മിഷനിൽ. അമ്മ 5 ദിവസം 6 ദിവസം അഡ്മിറ്റായിരുന്നു. മോൻ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ അമ്മയ്ക്ക് 92% അല്ലെങ്കിൽ വളരെ കുറവ് ഓക്സിജനാണുള്ളത്, അമ്മയ്ക്ക് നമുക്ക് എന്തായാലും ഓക്സിജൻ കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് CO2 നാർക്കോസിസ് ഉണ്ടാകാം, റിസ്ക്കാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യല്ല. COPD ഉള്ളവർക്ക് എപ്പോഴും ഒരു സാധാരണ ഉള്ള ആൾക്കാരെ പോലെ 97-98 ഒന്നും പ്രതീക്ഷിക്കില്ല, ഈ 91-92. അപ്പം ശ്വാസമുട്ടലുണ്ടല്ലോ, ശ്വാസമുട്ടൽ നമുക്ക് ഓക്സിജൻ കൊടുത്ത് കുറച്ചുകൂടെ. അപ്പം അതില്ല, ശ്വാസമുട്ടലുണ്ടാകുന്ന ആൾക്ക് ഓൾറെഡി ലങ്സിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നതുകൊണ്ടും അതിനാണ് നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്യുന്നതും. പിന്നെ റീഹാബിലിറ്റേഷൻ എന്ന് പറയും, അതായത് റെസ്പിറേറ്ററി എക്സസൈസ് ചെയ്യും, അതൊക്കെയാണ്. അത് പക്ഷേ ഒരു ദിവസം കൊണ്ട് മാറ്റുന്നതല്ല. ഈ COPD എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുത്ത് ഈ ശ്വാസമുട്ടൽ വരുന്നൊരു അസുഖമാണ്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിലോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ച് അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിനെ വിളിച്ച് നമ്മൾ ആ എക്സസൈസൊക്കെ ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ഇൻഹേലർ മുടങ്ങാതെ എടുക്കണം. പിന്നെ വാക്സിനേഷൻ, വർഷത്തിലുള്ള ഫ്ലൂ വാക്സിൻ എടുക്കണം. ന്യൂമോകോക്കൽ വാക്സിൻ, ഇപ്പോൾ ഒറ്റ തവണ എടുക്കുന്ന ന്യൂമോകോക്കൽ വാക്സിനുണ്ട്, അതെടുക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്താണ് നമ്മൾ COPDയുടെ ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മോനോട് പറഞ്ഞ് ഇങ്ങനെ ഓക്സിജൻ ഓവറായിട്ട് കൊടുക്കും. അപ്പോൾ അത് മോന് തീരെ ഇഷ്ടപ്പെട്ടില്ല. മോൻ്റെ ഒരു എന്താ പറയുക, അപ്പം ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഒരാളിങ്ങനെ പറഞ്ഞു, അങ്ങനെ പല ആൾക്കാരും പറഞ്ഞു. ആ കൂട്ടുകാരന് ഓക്സിജൻ കൊടുത്തപ്പോൾ ബെറ്ററായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂട്ടുകാരനുള്ളത് വേറെ അസുഖമായിരുന്നു, സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞൊരു അസുഖത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വേറെ അസുഖവും എല്ലാ അസുഖത്തിനും ഉള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നു തന്നെയല്ല. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ OPDയിൽ വന്ന ആർഗ്യുമെൻ്റായി, അതൊരു ആളുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുകയും. ഞാൻ പറഞ്ഞ എന്തായാലും എനിക്ക് ഓക്സിജൻ ഈ ഒരു COPD ഉള്ള പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി അമ്മച്ചിയുടെ ഓക്സിജൻ്റെ ലെവല് ഓക്സിജനൊന്നും കൊടുക്കാതെ തന്നെ 91, 92, 93% ഉള്ളപ്പോൾ. അപ്പം ശ്വാസമുട്ടൽ കുറയണമെങ്കിൽ ഈ ഇൻഫെക്ഷൻ ഇപ്പം കുറഞ്ഞു, മാറാറായി. അതിനുശേഷം കറക്റ്റായിട്ട് ഇൻഹേലർ എടുക്കുക, ബ്രീത്തിങ് എക്സസൈസും റെസ്പിറേറ്ററി തെറാപ്പി ചെയ്യുക, ഇൻഫെക്ഷൻ ഇനി വരാതെ നോക്കുക. ഇങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്സിജൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? COPD ഉള്ളവർക്ക് ശരീരത്തിൽ കുറച്ച് ഓക്സിജൻ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് തന്നെയാണ് അവരുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ശ്വാസം എടുത്ത് ഓക്സിജൻ അവരുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും കാർബണിനെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നത്. അപ്പോൾ COPD ഉള്ളവർക്ക് നമ്മൾ ഓവറായിട്ട് ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ശ്വാസം എടുക്കാനുള്ള ആ ഒരു ഡ്രൈവ്, ആ ഒരു എന്താ പറയുന്നത് ഇമ്പൾസ് അല്ലെങ്കിൽ ആ ന്യൂറോളജിക്കൽ സിഗ്നൽ നഷ്ടപ്പെടുകയും ശ്വാസം എടുക്കുന്നത് കുറയും. അതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകേണ്ട കാർബൺ നമ്മുടെ ശരീരത്തിൽ കൂടി ബ്ലഡിൽ കാർബൺ കൂടി അത് ബ്രെയിനിലെത്തുകയും അത് കാരണം ബോധക്ഷയം ഉണ്ടാവുകയും ഈവൻ റെസ്പിറേറ്ററി അറസ്റ്റിലോട്ടും പോകാം. പലതവണയും അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കാർബണിൻ്റെ അളവ് വളരെയധികം കൂടി ഒരു ക്ഷീണം പോലെ ആയിരിക്കും ആദ്യം തുടങ്ങുന്നത്. പിന്നെ റെസ്പോണ്ട് ചെയ്യാതെ അനക്കമില്ലാതെ വെൻറ്റിലേറ്ററിലാക്കുക, എന്നിട്ട് വെൻറ്റിലേറ്ററിൽ വർക്ക് ചെയ്യിപ്പിച്ച് കാർബൺ പുറത്തേക്ക് പോവുക. ചില ആൾക്കാർ അതുപോലും പറ്റാറില്ല, കാർഡിയക് അറസ്റ്റ് പോവുക, റെസ്പിറേറ്ററി അറസ്റ്റിൽ പോവുക, അങ്ങനെ വന്ന് പേഷ്യൻറ്റിനെ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പം ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, എല്ലാ ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് ഒന്നല്ല ചികിത്സ. COPD ഉള്ളവരിൽ വീട്ടിൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന ആൾക്കാരും കാണും. അതായത് COPD വളരെ കുറവ് ഓക്സിജൻ ഉള്ളവർ, അവരാണെങ്കിലും ഓക്സിജൻ വളരെ കൂട്ടി വെച്ച് ഓക്സിജനെ 95-96 അല്ലെങ്കിൽ നോർമൽ ആൾക്കാരുടെ ലെവലിലാക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. അത് വളരെയധികം ഡേഞ്ചറാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളെല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുക.